നിങ്ങളൊരു +2 സ്റ്റുഡൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള +1 ക്ലാസ് എടുത്തുകൊണ്ടിരിക്കലേനു ഞാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്യാന്നുള്ള കാര്യം നിങ്ങൾക്ക് കൂടി ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഒരു നോട്ട് എടുക്കുക. അപ്പോൾ ഈ നോട്ട് എടുത്തിട്ട് ഇതിനകത്ത് വേണം എന്ത് ചെയ്യാൻ, നമുക്കറിയുന്ന കൺസെപ്റ്റ് മൊത്തം എക്സ്പാൻഡ് ചെയ്ത് എഴുതുക, വലിയ രീതിയിൽ എഴുതുക. എന്നിട്ട് എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്യുക. മീൻസ് നിങ്ങൾക്ക് മനസ്സിലാവണം, കേൾക്കുന്ന ആൾക്ക് മനസ്സിലാവണം. അത്തരത്തിൽ എന്ത് ചെയ്യുക, സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു 2-3 സെൻറ്റൻസിലേക്ക് എത്തിക്കുക. ഈ കാര്യമാണ് എന്ത് ക്ലാസ് പറയാൻ. കാരണം എന്താ വെച്ചാൽ ഇത് ഇമ്പ്രൂവ്മെന്റ് എക്സാമാണ്. അപ്പം നിങ്ങൾ +2 സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അറിയായിരിക്കും. അപ്പോൾ അതിൻ്റെ ഒപ്പരം തന്നെ +1 പഠിക്കുന്ന സമയത്ത് കൺസെപ്റ്റ് ഒറ്റയടിക്ക് പറയുന്ന സമയത്ത് തന്നെ എന്ത് ചെയ്യണം, നിങ്ങൾക്ക് മനസ്സിലാവണം. ഇത് അല്ലാണ്ട് ഇത് വേറൊരു അരമണിക്കൂർ നിങ്ങൾ ഇതിന് മാറ്റി വെച്ച് ഇതെന്നാ പറയുന്നത് മനസ്സിലാക്കാൻ ഇരുന്നാൽ നടക്കുന്ന പരിപാടിയല്ല. ഓക്കെ, അതേപോലെ തന്നെ തിയറീൻ്റെ കാര്യം. ഓക്കെ, ഞാൻ പറഞ്ഞുതരാം. ഇപ്പം ഞാനിപ്പോൾ ക്ലാസ്സിൽ ഈ ടോപ്പിക് എടുക്കുകയാണെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, ഇവിടുന്ന് തിയറി വരുന്ന ക്വസ്റ്റ്യൻസ് അപ്പാടെ ഞാൻ പറഞ്ഞുതരും. ഓക്കെ, അതാകുമ്പോൾ നിങ്ങൾക്ക് എന്താവും, ആ സമയത്ത് തന്നെ തിയറീൻ്റെ ക്വസ്റ്റ്യൻസ് ഏതെല്ലാമെന്ന് നിങ്ങൾക്ക് നോക്കിയിട്ട് പോവാം. പിന്നെ നിങ്ങൾ പ്രോബ്ലംസും കാര്യങ്ങളും മാത്രം നോക്കിയാൽ മതി. പക്ഷെ ഞാൻ എങ്ങനെ ക്ലാസ് എടുക്കുകയെന്ന് വെച്ചാൽ ഒരു തിയറി പറയും, അതിന് ശേഷം എന്ത് ചെയ്യും, 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പം നിങ്ങൾക്ക് എന്താ ആ ടോപ്പിക്ക് നല്ല ക്ലിയർ ആയിട്ട് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പം ഈ ഒരു രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഇതുവരെ നമ്മുടെ ബാച്ചിലേക്ക് ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, ക്ലാസ് സിമ്പിളായിട്ട് നമ്മൾ മനസ്സിലാക്കി എടുത്തു തരുന്നതായിരിക്കും. ഓരോ ടോപ്പിക് എടുക്കും, 2-3 ക്വസ്റ്റ്യൻസ് ചെയ്യും, ഇട്ട് മുന്നോട്ട് പോകും. 3 മാസത്തെ കോഴ്സാണ്. സോ പ്രൈസും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്തോ.